ജി വി ഹരി, കെ സി പിന്മാറുന്നതാണ് നല്ലതെന്ന് ശ്രീ ആനന്ദ് കൊച്ചുകുടിയുടെ നിരീക്ഷണം. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിരീക്ഷണമാണ്. അദ്ദേഹം പറഞ്ഞ കെ സിയെ വളരെ വിമർശിച്ച് അല്ലെങ്കിൽ കെ സി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കെ സി ഇങ്ങനെ വരുന്നത് തെറ്റാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ തന്നെ അതിനുള്ള മെറിറ്റ് അവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, ഇത്രയും എം എൽ എമാർ, ഇത്രയും എം പിമാർ, ഇത്രയും നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ അദ്ദേഹം AICCയുടെ സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ അദ്ദേഹം പല സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി, എല്ലാവരുമായി നല്ല ബന്ധം. അതുതന്നെയാണ്. അപ്പം ഇത്രയും ആളുകൾ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു മെറിറ്റ് ഉണ്ടാകുമല്ലോ. ആ മെറിറ്റ് തന്നെയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയും. അതുകൊണ്ട് ശ്രീ ആനന്ദിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം, അതൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു ഭരണം കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതിനകത്തൊരു സംശയം ഉണ്ടാവില്ലേ? പൊതുജന പിന്തുണയും അദ്ദേഹം പറഞ്ഞു. നമുക്ക് എല്ലാ നേതാക്കന്മാർക്കും പൊതുജന പിന്തുണയുണ്ട്. ഞങ്ങൾക്കിപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് പൊതുജന കാൾ എന്ന് പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങളാണ്. നിങ്ങൾ പറയുന്നത് കൊണ്ടു നടന്നത് നീയെ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചത് നീയെ ചാപ്പ എന്ന് പറയുന്നത് നിങ്ങൾ നാളെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറയും. അതുകൊണ്ട് ഞാൻ മാധ്യമങ്ങൾ പറയുന്നതും മാധ്യമ സുഹൃത്തുക്കൾ പറയുന്നതൊന്നും ഞാനൊരു സ്ഥിരമായി സ്ഥായിയായി കാണുന്ന ഒരാളൊന്നുമില്ല. കാരണം പൊളിറ്റിക്സിൽ സ്വാഭാവികമായി നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ന് പറയുന്ന ആളിനെക്കുറിച്ച് നിങ്ങൾ നല്ലത് പറയുന്നത് ചിലപ്പോൾ നാളെ നിങ്ങൾ സതീഷിനെ കുറിച്ച് മോശം പറയും. സ്വാഭാവികമാണ്. ഇന്നും കെ സി വേണുഗോപാലിനെ കുറിച്ച് നിങ്ങൾ വളരെ നെഗറ്റീവായി പറഞ്ഞാൽ നാളെ അദ്ദേഹത്തെ പൂഴ്ത്തി പറയാം. നിങ്ങളുടെ അതൊരു പാർട്ടി, അതാണ് അതൊരു പാർട്ടി. ഇപ്പോൾ ഷാക്കീർ പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ്. നമുക്ക് അതൊരു പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഒരു പാർട്ടിയുടെ ആഭ്യന്തരപരമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് ആരാണ് അവിടുത്തെ പാർലമെൻ്ററി കോൺഗ്രസ് CLP ലീഡർ ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും അതിനകത്തുള്ള തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കുന്ന MLA ആണ്. അഭിപ്രായം എല്ലാവർക്കും പറയാം. ഞങ്ങൾ അഭിപ്രായം പറയേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാം. ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിനകത്ത് ആര് MLA-മാരാണ് അഭിപ്രായം പറയേണ്ടതെങ്കിൽ MLA-മാർ അഭിപ്രായം പറഞ്ഞ അന്ന് തന്നെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാം. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞല്ലോ നിയമസഭാ കക്ഷി യോഗത്തിൽ എന്താണ് MLA-മാരുടെ അഭിപ്രായമെന്ന്. അല്ല, ഞങ്ങൾക്ക് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാമായിരുന്നല്ലോ. അത് നീണ്ടുപോകുന്നതിൽ ലീഗും അസംതൃപ്തി പറയുന്നുണ്ട്. ഇപ്പോൾ ഷാക്കിർ ഇവിടെ പറഞ്ഞു അത് നീണ്ടുപോകുന്നത് ശരിയല്ല. ഷാക്കിർ പറഞ്ഞ അഭിപ്രായം ഞാൻ അംഗീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, ലീഗിൻ്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞല്ലോ, അവസാനം എന്താ അദ്ദേഹം പറഞ്ഞത്? ഓരോ പാർട്ടിക്കും CPM-നുള്ള സമീപനമല്ല ഞങ്ങളുടെ രീതി. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ BJP-യിലുള്ള സമീപനമല്ല ഞങ്ങളുടെ ഇത്. കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം ന്യായീകരിക്കാൻ തയ്യാറായില്ല. അല്ല, ന്യായീകരിക്കേണ്ട, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ലേ. അദ്ദേഹം ലീഗിനെ റെപ്രസെൻറ്റ് ചെയ്യല്ലേ. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വക്താവ് എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ആ പ്രൊസീജിയേഴ്സ് എവിടെയാണെങ്കിലും അതുപോലെ തന്നെ തുടരും. അത് ഇവിടെ മാത്രമല്ല, ഹിമാചലിലും ഇതേ കാര്യം ഉണ്ടായിട്ടുണ്ട്. കർണാടകത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. നേതാക്കന്മാരെ കേന്ദ്രത്തിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഒരിടത്ത് ഉറച്ചു നിൽക്കണം. ഒന്നുകിൽ നിയമസഭാ കക്ഷി യോഗത്തിൽ MLA-മാരുടെ ഭൂരിപക്ഷ അഭിപ്രായം, അല്ലെങ്കിൽ അത് മറികടന്നുള്ള മറ്റൊരു തീരുമാനം. ഇതിപ്പോൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം. മറികടന്നിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിയമസഭാ കക്ഷി യോഗത്തിലെ തീരുമാനമാണെങ്കിൽ അന്നോ പിറ്റേ ദിവസമോ പ്രഖ്യാപിക്കാം. അതൊക്കെ ഞങ്ങളുടെ സൗകര്യമല്ലേ. ഞങ്ങൾ അതിനകത്ത് എങ്ങനെ വേണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അത് തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം കൺസേൺഡ് ആയിട്ടുള്ള ആളുകളെ അറിയിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അത് ചിലപ്പോൾ ഫോണിൽ പറയണം, ചിലപ്പോൾ മെയിൽ നിങ്ങൾ പറയുമായിരിക്കും. എങ്ങനെയാണ് കഴിയുന്നത്? ഇന്ന് തീയതി എത്രയാണ്? ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷ, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു 4-ാം തീയതിയാണല്ലോ തെരഞ്ഞെടുപ്പ് കഴിയുന്നത്. 5ഉം 6ഉം ഈ MLA-മാർക്ക് പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണാനും അവരുടെ മണ്ഡലത്തിലുള്ള ആളുകളെ കണ്ട് നന്ദി പറയാനും എന്നിട്ട് പോലും അവരെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് വിളിപ്പിച്ചു. ആ 2 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വിളിപ്പിച്ച് ഈ കേന്ദ്ര നിരീക്ഷകർ ഇവിടെ വന്നിട്ട് അവർക്കൊന്ന് ഡൽഹി പോകാനുള്ള സാവകാശം. ഞാനിത് ന്യായീകരണമല്ല, ഞാൻ ഫാക്ട്സ് ആണ് പറയുന്നത്, വസ്തുതകളാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ന്യായീകരണമായി തോന്നും. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് റിസൾട്ട് വന്ന് പിറ്റേ ദിവസം മുഖ്യമന്ത്രി വരണമെന്നാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന മുഖ്യമന്ത്രി വരാത്തതിൻ്റെ പ്രശാസനങ്ങളായിരിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ആ പ്രൊസീജിയർ ഞങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യും. ആ പ്രൊസീജിയർ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നീണ്ടാൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ പറയുകയാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാളേക്ക് ഇത് പോയാൽ നിങ്ങൾ പറയുന്നതിനകത്തൊരു ന്യായമുണ്ട് എന്ന് ഞാനടക്കം അടുത്ത ചർച്ചയിൽ ഞാൻ വരുമ്പോൾ ഈ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ മഞ്ജുഷിനോട് ഞാൻ തന്നെ പറയും, വക്താവ് എന്ന നിലയിൽ പറയും. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഇനി അതിനെന്തെങ്കിലും കൃത്യമായ കാരണമുണ്ട്, അഥവാ നീണ്ടുപോയി കഴിഞ്ഞാലും അതിന് കാരണമില്ലാതെ മറ്റൊരു കാരണം കണ്ടെത്തും. നോക്കൂ, അങ്ങനെയല്ല ഞാൻ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് അധികം നീണ്ടുപോയി. കാരണം ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇപ്പോഴാണ് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയത്. കൃത്യമായി പ്രധാനപ്പെട്ട എല്ലാവരോടും നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അത് ഞങ്ങൾ ഇനി അനൗൺസ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ആ അനൗൺസ്മെൻറ്റ് ഞങ്ങൾ തന്നെ പറഞ്ഞതുപോലെ ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഇതുണ്ടായേക്കും. അതിൻ്റെ അർത്ഥം
ഞങ്ങളിതെല്ലാം ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയതാണ്. ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കാം. 2016 കേരളത്തിലെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കൂ, എത്ര ദിവസം നീണ്ടുപോയി. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ തർക്കത്തിന്റെ കാര്യം സാഹചര്യങ്ങളാണ് മഞ്ജുഷ. ഇപ്പം ഞാൻ പറയട്ടെ, കഴിഞ്ഞ പിണറായി സർക്കാർ 2ാം തവണ അധികാരത്തിൽ വന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, എന്നിട്ട് പോലും എത്ര ദിവസം എടുത്തു? 20 ദിവസമാണ് ആ സർക്കാർ, അടുത്ത സർക്കാർ വരാൻ. അതായത് ഒരു സർക്കാർ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി ഇരിക്കെ തന്നെ അദ്ദേഹം വിജയിച്ച് 2ാം തവണ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് 20 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. അല്ലെന്ന് മഞ്ജുഷ പറ, 20 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇവിടെ 7-8 ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. 50 ദിവസം ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു, 50 നേതാക്കൾ തന്നെയാണ് പറഞ്ഞത് 24 മണിക്കൂറിനുള്ളിലാകും, 2 മണിക്കൂർ മതി തെരഞ്ഞെടുക്കാൻ. അന്ന് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കവുമില്ല, മുഖ്യമന്ത്രിയെ ഉടൻ തീരുമാനിക്കും എന്നൊരു പ്രതീതി ജനങ്ങൾക്ക്. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിധം മാറി. അല്ല മഞ്ജുഷേ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറും. എന്ത് സാഹചര്യമാണ്? ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, ഒരുപാട് രാഷ്ട്രീയ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷം നിങ്ങൾക്ക് കിട്ടണോ? അല്ല, ഞാൻ പറയില്ല, ഭൂരിപക്ഷം മാത്രമല്ലല്ലോ. നമുക്ക് ഒരു പാർട്ടി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിച്ച് അധികാരത്തിൽ വരിക എന്നുള്ളത് മാത്രമല്ല, ആ പാർട്ടി മുന്നോട്ട് പോകണം. ആ പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആ പാർട്ടിക്ക് ചില പ്രധാനപ്പെട്ട തീരുമാനം എടുക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ വരിക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ജനങ്ങളുടെ ആഗ്രഹം ഭരണസ്തംഭനം ഉണ്ടാകരുത്. ഞാൻ ചോദിക്കട്ടെ, 35 ദിവസം ഭരണം ഇവിടെ മുഖ്യമന്ത്രി അധികാരം ഏറ്റെടുക്കാത്ത എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. അപ്പോഴൊന്നും നിങ്ങളുടെ ആരുടെയും ആവേശം കണ്ടില്ലല്ലോ. 50 ദിവസം ഡൽഹിയിൽ എനിക്ക് മനസ്സിലായി എങ്ങനെ ഡൽഹിയിൽ 50 ദിവസം ആ കണക്ക് ഞാൻ കൃത്യമായിട്ട് കണക്ക് പറഞ്ഞുതരാം. മഞ്ജുഷിന് ഈ കണക്കാണ് പക്ഷേ ഞാൻ പറയട്ടെ, ഈ 50 ദിവസം ഞാനതിനുള്ള കൃത്യമായ കണക്ക് കൃത്യമായിട്ട് തന്നെ മഞ്ജുഷിനോട് പറയാം. കാരണം ഞാനത് വെറുതെ പറഞ്ഞു പോകുന്നതാണ് എന്നൊരു തോന്നൽ അങ്ങ് പറയുമ്പം കേൾക്കുന്ന ആളുകൾക്ക് തോന്നാം. അത് പാടില്ലല്ലോ. നോക്കൂ, ഞാൻ 2-3 സംസ്ഥാനങ്ങളുടെ കാര്യം പറയാം. മഹാരാഷ്ട്രയിൽ 2024 കാര്യം പറയാം. 2024 ഫലപ്രഖ്യാപനം വരുന്നത് നവംബർ 23-ാം തീയതി ആണ് ഫലപ്രഖ്യാപനം വരുന്നത്. അവിടെ ദേവേന്ദ്ര ഫഡ്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എപ്പോഴെന്നറിയാമോ? ഡിസംബർ 5-ാം തീയതിയാണ്. അതായത് 12 ദിവസം കഴിഞ്ഞിട്ടാണ് മഹാരാഷ്ട്രയിൽ സത്യപ്രതിജ്ഞയ്ക്ക് സമയമെടുത്തു. മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്താലും ഇനിയും ദിവസങ്ങൾ നീളും. സംബന്ധിച്ചിടത്തോളം സർക്കാർ വരിക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി തെരഞ്ഞെടുക്കുക ഞങ്ങൾക്ക് വിടുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമല്ലേ. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്താലല്ലേ സർക്കാർ വരികയുള്ളൂ. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ ഇതിന് സമയമില്ല, 12 ദിവസമാണെന്ന് ഈ പറയുന്നത്. കർണാടകത്തിലെ കാര്യം കൂടെ പറയാം. മധ്യപ്രദേശിൽ വേണ്ട, കർണാടകം വിടാം. അല്ല, അത് അവിടെ നിൽക്കട്ടെ. മധ്യപ്രദേശിൽ 2023 ഫലം വരുന്നത് ഡിസംബർ 3-ാം തീയതി 2023. മോഹൻ യാദവ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഡിസംബർ 13-ാം തീയതിയാണ്. രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 2023 മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്നറിയാവോ? ഡിസംബർ 3-ാം തീയതി ഫലപ്രഖ്യാപനം വരുന്നു. ഡിസംബർ 15-ാം തീയതിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത്. ഇതൊക്കെയുണ്ട്. നിങ്ങൾക്ക് ഈ കേരളം മാത്രം നിങ്ങളിങ്ങനെ പിടിച്ചോടും. ഇതൊന്നും നിങ്ങൾ പറയുന്നത്, ഇനി ഞാൻ പറഞ്ഞല്ലോ, ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പറയുന്ന ന്യായീകരണത്തിന് കാര്യമില്ല. പക്ഷേ ഇപ്പോഴുള്ള ഈ സമയത്ത് ഒരിക്കലും ഇത് നീണ്ടുപോയി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള കൃത്യമായ ചർച്ചകൾ, ജനാധിപത്യപരമായ ചർച്ചകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആരോടും കൺസൾട്ട് ചെയ്യാതെയാണ് ഇത് പ്രഖ്യാപിച്ചെന്ന് ഇനി കേരളത്തിലെ ഒരു നേതാവും പറയാത്ത രീതിയിലാണ് ഹൈക്കമാൻഡ് ആ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.